എന്താ പ്രശ്നം? ഒരു ടൂറിന് പോവാന്ന് വിചാരിച്ചപ്പോ ലീവില്ല അതില്ലെന്ന് പറയാ അവള്. എന്താഗ്രഹിച്ചാലും നടക്കുന്നില്ല. എന്താഗ്രഹിച്ചാലും അത് ഉടൻ തന്നെ നടത്തണം. അപ്പോഴേ മനസ്സിന് സന്തോഷം ഉണ്ടാകൂ. ശരി, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓ സോറി. ഇല്ല, ഞാൻ അയൺ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാ. സെമിനാറിന് പുറപ്പെടണം. സാരി ഉടഞ്ഞുപോയി, അതാ അയൺ ചെയ്തോണ്ടിരുന്നെ. നല്ല ചൂടായിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തിട്ട് തന്നാ മതി. ഒരു മിനിറ്റ്, ഒരു ചെറിയ ഹെൽപ്പ്. നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും സെക്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ അറിയോ? സെക്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ ആർക്കാ? എന്റെ ഹസ്ബൻഡിനാ. അദ്ദേഹത്തിന് സെക്സ് കാര്യങ്ങളിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു. ഇവിടെ കൊച്ചിയിൽ വലിയ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്താൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പഴയതുപോലെ ശക്തി ഉണ്ടാവുമെന്ന് വിചാരിച്ച് എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം. അതൊന്നും പ്രോബ്ലം അല്ലെന്നേ. നല്ല ഡോക്ടേഴ്സ്മാരുണ്ട്, കൺസൾട്ട് ചെയ്യാം. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ ഡോക്ടറിനെ പറ്റി ചോദിച്ചത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീക്കിൽ തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടും. കൺസൾട്ട് ചെയ്യാം. ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് പ്രായാവൂലേ? നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ എനിക്ക് ഒന്ന് സഹായിച്ചൂടെ? ആക്ച്വലി മാഡം, പോൾട്രി ഫാം, കോഴി വളർത്തൽ, നിങ്ങൾക്ക് സിറ്റിയുടെ പുറത്ത് എന്തെങ്കിലും സ്ഥലമുണ്ടോ? ഔട്ട് ഓഫ് സിറ്റിയില് സ്ഥലമൊന്നുമില്ല. വേറെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? കോസ്മെറ്റിക്സ് ലേഡീസിന് ഏറ്റവും നല്ല ബിസിനസ്സാ. പണം ശരിക്കും ഉണ്ടാക്കാൻ പറ്റും. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. എങ്ങനെയാ പറയുന്നേ? മറുക് വെച്ച് പറഞ്ഞതാ. മറുകോ? ആ, ഇവിടെ ഇവിടെ കുറച്ചുകൂടി. ആ, ഇത് തന്നെ. നോക്ക്, ഈ മറുകാണ് നിങ്ങളുടെ ഭാഗ്യം. ഇതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അത് പിറകില്. തിരിഞ്ഞു നോക്കട്ടെ. ആക്ച്വലി ശുക്രന്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ചന്ദ്രന്റെ സ്ഥാനത്തായിരിക്കുന്നത്. ഈ മറുകെങ്ങാനും ഇവിടെ ആയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഭാഗത്തായിരുന്നെങ്കിൽ അതൊരു ഭാഗ്യം. ഈ മറുകെങ്ങാനും നിങ്ങൾക്ക് ഈ നടുക്കെങ്ങാനും ആയിരുന്നെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു. ഇപ്പോ ഞാനൊരു സത്യം പറയാം. പിന്നിലും മുന്നിലുള്ള നിങ്ങളുടെ ഈ മറുക് നിങ്ങളെ വലിയൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പോവുക. അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങള് ഓക്കെ പറഞ്ഞ ഡേ ആഫ്റ്റർ ടുമാറോ ഞാൻ നിങ്ങളെ വന്ന് കാണാം. ഡേ ആഫ്റ്റർ ടുമാറോ എന്റെ ബ്രദർ വീട്ടിലുണ്ടാവില്ല. അദ്ദേഹം വന്നതിന് ശേഷം വി വിൽ മീറ്റ്. അതെന്താന്ന് വെച്ചാ ഡേ ആഫ്റ്റർ ടുമാറോ വളരെ നല്ല ദിവസം. നിങ്ങൾ സൈൻ ചെയ്താ എനിക്ക് മെറ്റീരിയൽ ഇറക്കായിരുന്നു. അത് കഴിഞ്ഞാ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ നോക്കി എന്താ എന്റെ വൈഫ് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയെന്ന് കരുതി ആശ്ചര്യപ്പെടും. സത്യമായിട്ടും? സത്യമാണോ പറയുന്നത്? ഉറപ്പായിട്ടും. എനിക്ക് അത് തന്നെയാ വേണ്ട. ഡോണ്ട് വറി, ഞാനില്ലേ. ഓക്കെ, ഡേ ആഫ്റ്റർ ടുമാറോ വന്നോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം, എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ടെൻഷനിൽ നിന്നൊന്ന് റിലീഫ് ആവണം. നിങ്ങൾക്ക് നല്ല റിലീഫ് തരേണ്ടത് എന്റെ കടമയാ. എനിക്കതാണ് ആവശ്യം. ഓക്കെ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പോയിട്ട് മറ്റന്നാൾ വരാം. ശരി എന്നാ, ബൈ. സാർ, സാർ. ആ, ഇന്ന് ഒരു ജോലിയും ചെയ്യണ്ട. എനിക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റില്ല. നീ വിട്ടോ എടുക്കണം. ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ഇന്ന് ജോലിയില്ല. എന്ത് സാർ ഇത്?
ഇങ്ങനെ കണക്കൊക്കെ നോക്കിയാൽ എങ്ങനെയാ? സാർ എന്നെ പഠിപ്പിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് പോവും. എന്താ മച്ചു? എന്തു പറ്റി സാർ? ആ? ഇനിയും തലവേദന മാറിയിട്ടില്ലേ? എന്തെങ്കിലും മരുന്ന് കഴിച്ചോ? ഉംഹും. എന്തെങ്കിലും തൈലം പുരട്ടിയോ? ഉംഹും. ശോ. പറയൂ സാർ. സോറി സന്ധ്യ, വല്ലാത്ത തലവേദന, ഭയങ്കര ക്ഷീണമായിരുന്നു. പെട്ടെന്ന് നിന്റെ കൈ കൊണ്ടപ്പോ ഞാനങ്ങ് വല്ലാതെ ആയിപ്പോയി. കുറേ ദിവസം കൊണ്ട് അവളും വീട്ടിലില്ല, അതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കരുത്. അത് സാരമില്ല സാർ. ഇത് കാരണം ദേഷ്യപ്പെട്ടോണ്ട് ട്യൂഷന് വരാതിരിക്കില്ല കേട്ടോ. നാളെ മുതൽ വന്നേക്കേ. ഓക്കെ സാർ, ഞാൻ നാളെ വരാം സാർ. ഹാ. സത്യം തന്നെയാ, നീ എന്റെ സന്ധ്യയായിട്ട് മാറിക്കഴിഞ്ഞു. എനിക്കിത് മതി സന്ധ്യ. നീ പോയിട്ട് വാ.